സൂപ്പർ സോങ് സെലക്ഷൻ. താങ്ക് യു. ഭയങ്കര ഫീലാണ്. മേബു ഭയങ്കര എൻജോയ് ചെയ്താണ് ആ പാട്ട് പാടിയത്. സൂപ്പർ ആയിരുന്നു. താങ്ക് യു. നമുക്ക് ചോദിച്ചോക്കാം. ഹരിച്ചേട്ടാ, മെബിനെ എന്തോ നന്നായിട്ട് പാടി മെബിൻ. താങ്ക് യു സർ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ. താങ്ക് യു സർ. ഞാൻ കുറെ പ്രാവശ്യം പാടിയിട്ടുള്ള പാട്ട് കൂടിയാണ്. ഇപ്പോഴല്ല, പണ്ടൊക്കെ പാടുമായിരുന്നു. കുറെ സ്ഥലത്ത് ഇങ്ങനെ ആരെങ്കിലും പാടാൻ ചോദിക്കുമ്പോൾ ഇതായിരിക്കും സ്ഥിരം പാടുന്ന ഒരു സോങ്. ഇത് ഏത് വേർഷനാണ് മോൻ പഠിച്ചത്? യേശുദാസ് സാറിന്റെ. ദാസ് സാറിന്റെ ഫുൾ ആയിട്ടുള്ള ദാസ് സാറിന്റെ വേർഷനാണ്. അതെ അതെ. ആ ഇംപ്രവൈസേഷൻ ഒക്കെ അതിലുള്ളതല്ലേ?
ഒരു രാത്രി അതങ്ങനെ തന്നെ ഉണ്ട് അല്ലേ? എനിക്കത് ഓർമ്മയെ വരുന്നില്ല. അതെ അതെ, അങ്ങനെ എനിക്ക് ദാസാറിന്റെ മാത്രമായിട്ടുള്ള ഹമ്മിങ് ആണ് എനിക്ക് കുറച്ച് ഇതില് പാടിയതില് കുറച്ച് ബെറ്റർ ആവായിരുന്നു. വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫ് ഭയങ്കര രസമായിട്ട് മെബിൻ പാടി. പക്ഷെ ലാസ്റ്റ് കൊണ്ടുപോയി ആ വരി അങ്ങ് തെറ്റിച്ചു. തിരുനാളം എന്നും കാത്തിടാം അല്ലേ? അത് ഫസ്റ്റത്തെ 2 പ്രാവശ്യം ഉണ്ടല്ലോ, അതിൽ ഫസ്റ്റ് പാടിയപ്പോ എനിക്ക് മനസ്സിലായി. രണ്ടാമത് ഞാൻ അത് പാടിയാലോ വിചാരിച്ചു, തിരുനാളം എന്ന് കാത്തിടാം. എന്തായാലും തെറ്റി. അപ്പൊ പിന്നെ പോയി. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഹമ്മിങ് ഒന്ന് പാടാവോ? അങ്ങനെ പാട്. അടുത്ത ഗുഡ്. അവിടെ അത്രയും സസ്റ്റൈൻ ഇല്ല. അങ്ങനെയല്ലേ? ഒന്ന് തൊട്ട് തലോടി. അടുത്തത് അതാണ് പ്ലാൻ. എനിക്കും പാടാണത് പാടിക്കഴിയാൻ. ഷാനിക്കാടൊക്കെ പ്ലാനിന്റെ ഫീൽ കിട്ടുന്നത് ഇങ്ങനെ താഴെ വരെ പോകുന്നത് കേട്ടോ. അത് കിട്ടാനും പാടാ. ദാസാർ പാടുമ്പോ അത് ഒരു രസമാണ് മൊത്തത്തിൽ കേട്ടോണ്ടിരിക്കാനേ, തുടക്കം തൊട്ട്. അപ്പൊ എനിക്ക് മോനെ ഈ ഹമ്മിങ് ആണ് ഇതിലെ മെയിൻ. അതിനൊരു ഫീൽ കിട്ടിയില്ല. ആ പാട്ടിന്റെ ഒരു ഇൻട്രോ അല്ലേ, മൊത്തത്തിൽ ഹമ്മിങ് വർക്കായില്ല എനിക്ക്. നിഴൽ വീഴുമെന്റെ അതൊന്ന് പാടാം. ഇത് പാടിയില്ല നേരത്തെ ടേക്കിൽ. അതാ ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ മോൻ മിസ് ചെയ്തു നേരത്തെ പാടിയ സമയത്ത്. ഇപ്പം നിഴൽ വീഴുമെന്റെ ഇടനാഴിയിൽ ആ ഒരു സംഗതി ഭയങ്കര ഇമ്പോർട്ടന്റ്, ബ്യൂട്ടിഫുൾ, ഭയങ്കര രസം. അത് വളരെ സിമ്പിൾ ആണ്, പക്ഷേ തരുന്നൊരു ഇമ്പാക്ട് ഭയങ്കരമാണ്. ടു മച്ച്. പിന്നെ നെറുകിൽ തലോടി മാഞ്ഞു ഒന്ന് പാടാം. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലിവോടി വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ നെറുകിൽ. അവിടെ ഒരു പോസ് ഇടാം. മാഞ്ഞുവോ നെറുകിൽ തലോടി മാഞ്ഞുവോ. നൈസ്. ഇപ്പൊ ടച്ച് ചെയ്തു. ഇപ്പൊ ഒരു ഫീലാണ് ഈ പാട്ടിന്റെ ഒരു മെയിൻ സംഭവം. അപ്പം നെറുകിൽ ഇത് അപ്പ് ആൻഡ് ഡൗൺസ് ആണ് ഇതിൽ വേണ്ടത്. മോൻ രസമായിട്ട് തന്നെ പാടുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പാട് ഹരിച്ചേട്ടാ. എന്റെ ഇന്ന ശബ്ദം അത്ര പോരാ, കുറച്ച് ദിവസമായിട്ട് കുറച്ച് പണി, അതുകൊണ്ടാണ്. അപ്പം മോനെ ബാക്കിയൊക്കെ രസമായിട്ട് പാടി കേട്ടോ. അതുപോലെ തന്നെ തിരുനാളമെന്നും കാത്തിടാം, അതും ചെറുതായിട്ട് ടച്ച് ചെയ്യുന്നില്ലായിരുന്നു ആ സമയത്തുള്ള. എന്നാലും ഓവറോൾ മോന്റെ പ്രായത്തിനനുസരിച്ച് നല്ല രസമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മേബി. താങ്ക് യു സർ. ഹരിച്ചേട്ടാ പാടോ? ആ പാടാം. എന്തൊരു ശല്യാണ് ഇവിടെ. ഞാൻ ചോദിച്ചു വാങ്ങും. എന്തൊരു ശല്യം. ഹരി, ഈ പാടത്ത് കേൾക്കാൻ നമ്മളൊക്കെ വെയിറ്റ് എന്റെ പേടി. ഞാൻ ഇവ പാടിയപ്പോഴാണ് ഹരിച്ചേട്ടനെ കൊണ്ട് എന്തായാലും പഠിക്കും. പല നാളലഞ്ഞ മറുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ, മിഴികൾക്കു മുൻപിലിതളാർന്നു നീ വിരിയാനൊരുങ്ങി നിൽക്കയോ, വിരിയാനൊരുങ്ങി നിൽക്കയോ. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ
തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞു നെറുകിൽ തലോടി മാഞ്ഞു ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വേൽ വീഴവേ പതിയെ പറന്നെൻ അരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. പൊളി, പൊളി, പൊളി. ഒരു രാത്രി കൂടി വിടവാങ്ങവേ. ശരത് sir, ആസാദ്യ എടുത്താ കൊടുക്ക. ഈ പൈസ അല്ലേ അവന് കൊടുക്കേണ്ടി വരും. എടുത്താ കൊണ്ടുപോയിക്കോന്ന്. ഹരിച്ചേട്ടാ സൂപ്പർ. എനിക്ക് വയ്യ, എനിക്ക് എന്റെ ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുക. അതുകൊണ്ട് നന്നായി. അതെ, ഹരി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ഇന്ന് മലയാളത്തിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് സിംഗേഴ്സ് ആണ്. ചേട്ടാ താങ്ക് യു. കാരണം നമ്മളിപ്പോൾ എൻ്റെ ഈ ഷോ വരുന്നതുകൊണ്ട് നമ്മളിങ്ങനെ എപ്പോഴും സിംഗേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചിങ്ങനെ സംസാരിക്കും. അപ്പോൾ ഞാനിങ്ങനെ വിനീതിനോട് ഞാൻ പറഞ്ഞത് ഇന്ന പാട്ട് ഹരി എന്ന് പറയുമ്പോൾ തന്നെ വിനീത് അവൻ അടിപൊളിയാണ്, അവൻ അടിപൊളിയാണ്, ഇതാണ് പറച്ചില്, അവൻ അടിപൊളിയാണ്, എന്ത് രസത്തിലാണ് അവൻ പാടുന്നതും. വൺ ഓഫ് ദ ഫൈനസ്റ്റ് സിംഗേഴ്സ് ദാറ്റ് വി ഹാവ് ടുഡേ, നോ ഡൗട്ട്. ഓക്കെ ഷാനിക്ക. മെബൂട്ടാ, നീ എന്നെ അങ്ങ് കൊണ്ടുപോയി, അടിപൊളിയായിരുന്നടാ. താങ്ക് യു സർ. മെബിന് എന്തോ ഈ അവസാനം വരി തെറ്റിച്ച ആ ഭാഗം ഉണ്ടല്ലോടാ, നീ അതെനിക്കൊന്ന് പാടിത്തരോ? എന്തൊരു ഫീൽ ആയിരുന്നടാ, എനിക്കത് ഒന്നുകൂടി കേൾക്കാൻ വേണ്ടിട്ടാ. നിഴൽ വീഴുമെന്റെ ഇടനാഴിയിൽ കനിവോടെ പൂത്ത മണിദീപമേ ഒരു കുഞ്ഞു കാറ്റിലണയാതെ വന്നു തിരിനാളമെന്നും കാത്തിടാം തിരിനാളമെന്നും കാത്തിടാം. ആ തിരുനാളം എന്നും കാത്തിടാൻ കഴിഞ്ഞ ആദ്യത്തത് കഴിഞ്ഞിട്ട് ഒന്ന് പോസ് ചെയ്തോ? ഇതിപ്പോ രണ്ടാമത് അതിന്റെ റിപ്പീറ്റ് ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് ബ്രത്ത് എടുക്കേണ്ടി വന്നില്ലേ? ബ്രത്ത് എടുക്കാൻ അവിടെ ഒരു സ്പേസ് ഉണ്ട്, അതെടുക്കാതെ ഇത് കണക്ട് ചെയ്ത് പാടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം ഇപ്പം മനസ്സിലായല്ലോ. ബാക്കി അതർവൈസ് അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. ഓക്കെ താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളെ എന്തോ അസാധ്യ പാടടാ. താങ്ക് യു സർ. പിന്നെ മോനെ എനിക്കിപ്പോൾ ആലാപ്പിൻ്റെ കാര്യം അത് ഒരു കൃത്യത വരാം കേട്ടോ അതിന്. കാര്യം ആ ഒരു ഫീലുണ്ടല്ലോ അല്ലാത്ത. മോനെ ഈ അഴകിൻ്റെ തൂവൽ അതൊന്ന് പാടാമോ? തനി നേരിരേര് അരികിൽ വരും അഴകിൻ്റെ തൂവല. മോനെ തൂവല അങ്ങനെ ആക്കണ്ടാടാ, തൂവലാണു നീ. അഴകിൻ്റെ തൂവലാണു നീ. ആ കുറച്ച് നമ്മൾ അത് മാറിപ്പോയാൽ അതിന് വേറൊരു വികാരം വരും. തൂവലാണു നീ. ഒരു വെറ്റയൊക്കെ മുറുക്കി കേട്ടോ. അത് സംഗീതജ്ഞനാണ് പണ്ഡിതൻ. നമുക്ക് പാമരം മതി മക്കളെ, അത് ശ്രദ്ധിച്ചോളൂ. എനിക്ക് അതാണ് കുറച്ച് ഓടായിട്ട് നീ പറയുന്നത് തോന്നിയത്. പിന്നെ ഈ ലോ പോർഷൻ അത് കുറച്ചും കൂടെ, അത് മക്കളെ കുഞ്ഞല്ലേ, അതുകൊണ്ടാണ്, അത് കുഴപ്പമില്ല. അതൊക്കെ ഇപ്പോൾ ഹരിയും ഷാനും ഒക്കെ മാറി മാറി പാടിച്ചു. പിന്നെ എനിക്കൊരു ഡൗട്ട് തോന്നുന്നത് ഇപ്പോൾ അങ്ങനെയല്ല, മാഞ്ഞുവോ അങ്ങനാണോ? മാഞ്ഞുവോ രണ്ടും ഉണ്ട് അല്ലേ? രണ്ടും ഉണ്ട്. മക്കളെ എന്തൊക്കെയായാലും നല്ല പാട്ടടാ. നീ അത് ന്യായമായിട്ട് തന്നെ, നിന്റെ പ്രായത്തിന് വളരെ ന്യായമായിട്ട് തന്നെ പാടിയിട്ടുണ്ട് മക്കൾ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ മെബു, എന്തോ മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഓക്കെ ഹരിച്ചേട്ടാ. 8.8. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ഞാൻ തരുന്നത് 8.7. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. 8.6. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. നിന്നെ കൊണ്ട് പറ്റുന്നതല്ല അത്. ഭയങ്കര പാടാണ്, മെനക്കേടാണ്. So total 26.1 marks. ഇത് ഭയങ്കര കഷ്ടാട്ടോ. It's sounding great yaar. ഇനി നോക്കോ, ഓരോരുത്തർക്ക് ഓരോ മാർക്കായിരിക്കും. തലോട് വിടാൻ നിന്നെ.